വാട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. ഹലോ ഫ്രണ്ട്സ്, അപ്പം വെൽക്കം ബാക്ക്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കുറച്ച് നോക്കൗട്ട് മൂവ്മെൻറ്റ്സ് ആണ്. അതായത് നമ്മൾ സെൽഫ് ഡിഫൻസ് വീഡിയോസ് ഒരു 3-4 സെൽഫ് ഡിഫൻസ് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ഓപ്പോണൻറ്റ്, നിങ്ങളിപ്പം നമ്മൾ അങ്ങോട്ട് കയറി ചൊറിയാൻ ചെല്ലുന്ന ഒരു ടൈപ്പ് പരിപാടികളല്ല നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഓപ്പോണൻറ്റ് നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒറ്റ പഞ്ചിൽ തന്നെ നോക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന 3 സെൽഫ് ഡിഫൻസ് ടെക്നിക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ 2-3 ടെക്നിക്സ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 എപ്പിസോഡായിട്ട് നമ്മൾ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നിങ്ങൾ കണ്ടതാണ് കരുതുന്നത്. കണ്ടില്ല, ദയവായി നിങ്ങൾ പോയി കാണുക. നല്ല കിടിലം കുറച്ച് ടെക്നിക്സ് ആണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നും നമ്മൾ കിടിലമായിട്ടുള്ള കുറച്ച് ടിപ്സ് ആയിരിക്കും പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. അപ്പം 3 ടിപ്സേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അവസാനം വരെ കാണുക. നമുക്ക് നമ്മുടെ ഫസ്റ്റ് ടിപ്പിലോട്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നോക്കൗട്ട് ടെക്നിക്കാണ്. ഇത് കുറച്ച് ഹാർഡായിട്ടുള്ള സംഭവങ്ങളാണ്. അതായത് ഈ ഒരു പഞ്ച് കൊണ്ട് തന്നെ നമ്മൾ ഓപ്പോണൻറ്റ് നോക്കൗട്ട് ആയി പോകുന്ന രീതിയിലുള്ള ഇത്തിരി ഹാർഡായിട്ടുള്ള സാധനങ്ങളാണിത്. അപ്പം നിങ്ങൾ അത്ര അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണെങ്കിൽ മാത്രമേ ചെയ്യാവുള്ളൂ. ഉദാഹരണത്തിന് നമ്മൾ ബോക്സിങ് ചെയ്യാൻ നേരത്ത് നമ്മളിങ്ങനെ തടയുന്നത് നമുക്കറിയാം. നമ്മൾ എങ്ങനെയാണ് തടയുന്നത് കണ്ടിട്ടുണ്ടാവുമല്ലോ. ബോക്സിങ് ചെയ്യാൻ നേരത്തെ സമയത്ത് നമ്മൾ തടയുന്നത് ഇങ്ങനെ തടയുന്നത്. പക്ഷേ ഇങ്ങനെ തടഞ്ഞെന്ന് വെച്ച് നമ്മൾ റിയൽ ആയിട്ടൊരു ഫൈറ്റ് നടക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ തടഞ്ഞെന്ന് വെച്ച് കാര്യം ഉണ്ടാകത്തില്ല. കാരണം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവനിപ്പോൾ എന്നെ പഞ്ച് ചെയ്യുക കണ്ടോ, ഞാൻ ഇങ്ങനെ നടന്നു കഴിഞ്ഞാലും ചിലപ്പോൾ എൻ്റെ ചെവിയുടെ ബാക്കിലേക്ക് ഈ സൈഡ്, അതുപോലെ ഈ ചെവി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, നമ്മൾ ഒരു സാധനം ഇട്ടിട്ടില്ല, നമ്മൾ ഒരു സേഫ്റ്റി മെഷർമെൻറ്റ്സും ഇല്ല. ബോക്സിൻ്റെ അകത്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബോക്സിങ്ങിന് ഒരു ഹെൽമെറ്റ് കാണും, അതുപോലെ തന്നെ നമുക്ക് ബോക്സിങ്ങിന് 2 കാലിലെ കിട്ടിലെ ഗ്ലൗസ് കാണും. അപ്പോൾ ഗ്ലൗസ് പിടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഫേസ് മൊത്തം നമുക്ക് മറക്കാൻ വേണ്ടി സാധിക്കും. അല്ലെങ്കിൽ ഹെൽമെറ്റ് ഉള്ളതുകൊണ്ട് നമ്മുടെ ചെവിയുടെ ആ ഭാഗത്തോടൊന്നും അടി കിട്ടത്തില്ല. അപ്പോൾ ചെവി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നല്ല കിടിലമായിട്ടുള്ള ഒരു മർമ്മഭാവമാണ്. അവിടെ ചേർത്തൊരു അടി കിട്ടിയിട്ടുണ്ട്, തീർന്നു പോകത്തേ ഉള്ളൂ. നമുക്ക് അങ്ങോട്ട് എയർ പോലും ഒരുപാട് പോരുന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആദ്യം നമ്മൾ ആ ഭാഗമാണ് നമ്മൾ സേഫ് ആക്കി വയ്ക്കാൻ വേണ്ടി നോക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നോർമലായിട്ടൊരു ഫൈറ്റ് നടക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കവർ ചെയ്യേണ്ടത് നമ്മുടെ ആ ചെവിയുടെ ഏരിയ ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ ഇവിടെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് കാര്യമില്ല, കംപ്ലീറ്റ് കൈ കവർ ചെയ്ത് നിങ്ങളുടെ നെക്കിൻ്റെ ബാക്കിൽ സ്ട്രോങ് ആയിട്ട് കൈ ഇങ്ങനെ പിടിക്കുക. അങ്ങനെയായിരിക്കും നമ്മൾ തടയാൻ പോകുന്നത്. അതായത് നമ്മൾ നോർമൽ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് തടയുന്ന പോലെയല്ല, കംപ്ലീറ്റ് കൈ ഫുള്ളായിട്ട് ബാക്കിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ നെക്കിൻ്റെ ബാക്കിൽ കൊണ്ടുപോയിട്ട് കംപ്ലീറ്റ് സ്ക്യൂസ് ചെയ്ത് പിടിച്ചിട്ട് മാക്സിമം എത്ര ബലത്തിൽ പിടിക്കാവോ അത്രയും ബലത്തിൽ പിടിച്ചിട്ട് വേണം നിങ്ങൾ ഓപ്പോണൻറ്റിനെ തടയാനായിട്ട്. ഇനി എങ്ങനെ ഡിഫെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. കൈ ഫുള്ളായിട്ട് വെച്ച് തടയുക, ഒരൊറ്റ ഹുക്ക് കേട്ടോ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തടയുന്ന ആ ഒരു ഫ്ലോയിൽ തന്നെ നമ്മൾ അത് ചെയ്യാനും വേണ്ടി നോക്കണം. കാരണം തടഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ സമയം കിട്ടി തരത്തില്ല. അപ്പോൾ തന്നെ നമ്മുടെ ഒപ്പോണൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേണമെങ്കിൽ അടിച്ചിടാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് തടയുന്ന ആ ഒരു സ്പീഡിൽ തന്നെ നമുക്ക് അടിച്ചിടാൻ വേണ്ടി സാധിക്കണം. അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഇപ്പോൾ കാണിച്ചു തരാം. ജസ്റ്റ് ഒരു ഡെമോ കാണിക്കും, അത് നമ്മൾ ഡ്രിൽ ടൈമിലോട്ട് പോകും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ജസ്റ്റ് ഡെമോ ആയിട്ട് നമ്മൾ കാണിച്ചു തരാം. ഇപ്പം ഒരു ഓപ്പോണൻറ്റ് സാധാരണ സ്ട്രീറ്റ് ഫൈറ്റിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ അല്ലാതെ ചെയ്യുന്ന പോലെ ഇങ്ങനെ നോർമലായിട്ടുള്ള ഈ പഞ്ചിങ്ങുകൾ ഇത് പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിലായിരിക്കത്തില്ല സ്ട്രീറ്റ് ഫൈറ്റിൽ ചെയ്യുന്നത്. അപ്പോൾ സ്ട്രീറ്റ് ഫൈറ്റിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ചുമ്മാ ഇടിച്ചിടാനായിട്ടിരിക്കും നോക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഇടി വരുവാണെങ്കിലാണ് ഞങ്ങളിപ്പോൾ പറഞ്ഞ പോലെ ആദ്യം തടയാൻ നോക്കുക. ഇങ്ങനെ ഇടി വരുന്നു, അതിങ്ങനെ തടയുന്നു, കൈ വെച്ച് ഇങ്ങനെ തടയുന്നു. അടുത്തതാണ് മറ്റേ കൈ കൊണ്ട് ആ സെയിം സമയത്ത് തന്നെ ഇങ്ങനെ ഉണ്ടോ ഈ ഒരു ഹുക്ക് വരുന്നതോടുകൂടി നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നോക്കൗട്ട് ആയി പോകുന്ന ഒരു സിറ്റുവേഷനിലൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇനി റിയൽ ടൈമിലോട്ട് പോയാലോ, എന്താ പറയുന്നത്? ഓക്കെ ഫ്രണ്ട്സ്, റിയൽ ടൈമിലേക്ക് പോകാം. അപ്പം ഇതിനകത്ത് കഴിഞ്ഞ വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇവർ തന്നെയായിരുന്നു അടിച്ച് കൂട്ടിക്കൊണ്ടിരുന്നത്. അപ്പം ഈ വീഡിയോയിൽ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് ഞാനാണ്, അതുപോലെ അടി മേടിക്കാൻ പോകുന്നത് ഇവനാണ്. ഓക്കെ, അപ്പം നമുക്ക് ഈ വീഡിയോ ഞാൻ ഇവൻ്റെ ഇത് 2 എണ്ണം കൊണ്ടു നോക്കുവാണ്. എങ്ങനെയുണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, വി ആർ ഗോയിങ് ടു ബേൺ ഇറ്റ്. എന്താ മാറല് ഷർട്ട് ഇട്ടാ നീ തല്ലുവാ. ചെന്നി നായകവും മുട്ടയുടെ വെള്ളയും പിന്നെ എന്താണ്ടൊക്കെ സാധനങ്ങൾ സമം ചേർത്തൊരു ഐറ്റം ഉണ്ട്. നീ പോയി ട്രൈ ചെയ്ത് നോക്ക്. നിന്റെ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാ, നിന്നെ ഞാൻ പിന്നെ കണ്ടോളാം. താടിക്കിട്ട് നല്ല അടി കിട്ടിയിട്ടുണ്ട്. റിയൽ ആയിട്ട് ഫൈറ്റ് ആക്കുമ്പോൾ ഇങ്ങനെ ഷട്ടിലൊക്കെ കയറി പിടിച്ച് എന്തോടാ ഇങ്ങനെയൊക്കെ ചോദിച്ചോണ്ട് ഇങ്ങനെ പിടിച്ച് കുത്തിന് പിടിച്ച് അടിക്കുന്ന ലാസ്റ്റ് ചെയ്താലോ, സൂപ്പർമാൻ ലാസ്റ്റ് ഇപ്പോൾ നമുക്ക് മറ്റേ ടേക്ക് ചെയ്യാം. ഗൈസ്, അപ്പോൾ ആ ഒരു ടെക്നിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇച്ചിരി ഫേമസ് ടെക്നിക്ക് ആയതുകൊണ്ട് ഞങ്ങൾ അടുത്തായിട്ട് സ്കിപ്പ് ചെയ്ത് വെച്ചേക്കാണ്, ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇനി നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വെറൈറ്റി സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടെക്നിക്കാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും തല്ലുന്നില്ല, പക്ഷേ തല്ലുന്ന പോലെ ആക്ട് ചെയ്തിട്ട് ശരിക്കും അവനെ തല്ലിയിടുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഗൈസ്, ആക്ച്വലി ഫേക്ക് ഇറ്റ് ടിൽ യു മേക്ക് ഇറ്റ് എന്നാണ് ആക്ച്വലി പറയുന്നത്. ഇവിടെ ചെറുതായിട്ട് മഴ തുള്ളിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതാണ് നമുക്കൊരു കൺഫ്യൂഷൻ ഇതിനകത്തുണ്ടായത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ആ ഒരു ഫൈറ്റ് ഫേക്ക് ചെയ്തുകൊണ്ട് till you make it എന്നുള്ളതിന് വരെ till you break it. We are going to break some bones, guys.
അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ഇത്രയും ഹൈറ്റും സൈസും ഉള്ളതുകൊണ്ട് എനിക്ക് ഇവന് ഒറ്റയ്ക്ക് തല്ലി തപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇതിനെ ഫേക്ക് ചെയ്ത് കാണിച്ചിട്ട് തല്ലി തപ്പിക്കാൻ വേണ്ടി പോവാണ് ചതിയനായ ചന്തു. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓപ്പോണൻറ്റ് കുറച്ചും കൂടെ സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരാളാണെങ്കിലും നമുക്ക് എങ്ങനെ അറ്റാക്ക് ചെയ്യാന്നുള്ള ഒരു രീതിയാണ്. ചെറിയൊരു ചതിയുണ്ട്, ചെറുതായിട്ട് ചതിയാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷെ എന്നാലും നമ്മളത് ഒപ്പോണന്റിനെ അടിച്ച് തോപ്പിക്കാൻ വേണ്ടി ഇതെല്ലാം നമുക്ക് വേറെ വഴിയില്ല. ഫൈറ്റിനകത്ത് കുറച്ച് ടെക്നിക്സും കൂടെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു ഫൈറ്റ് വിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറേയൊക്കെ ഒരു ടൈമിങ്ങിൻ്റെയും ടെക്നിക്സിൻ്റെ ഒക്കെ കാര്യമാണ്. അപ്പോൾ ഓക്കെ, ആദ്യം നമുക്ക് നോക്കാം. ഇത് നമ്മൾ ഫേക്ക് ചെയ്യുകയാണ്, അതായത് കാലുകൊണ്ട് ചവിട്ടാൻ പോകുന്നു എന്നുള്ള ഒരു ഇല്യൂഷൻ നമ്മൾ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഈ കാല് ഇങ്ങനെ വരുമ്പോൾ തന്നെ എന്തായാലും നമ്മൾ ഇങ്ങനെ ഒന്ന് കാണിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ മേത്ത് കൊള്ളാതിരിക്കാൻ വേണ്ടി ബാഗിലോട്ട് ഇങ്ങനെ കുനിയും. അപ്പോൾ അതായത് എന്നെ ഇടിച്ചോ എന്ന് പറഞ്ഞാൽ നമ്മൾ മോന്ത വെച്ച് കൊടുക്കുന്ന അതേ ഒരു എക്സ്പ്രഷൻ ആയി പോകും. അപ്പോൾ അത് തന്നെയാണ് മറ്റൊരാളുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ കുനിയുമ്പോൾ ഇടിക്കാൻ വേണ്ടി എളുപ്പമായി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ് നമ്മൾ യൂസ് ചെയ്യാനാണ് മാക്സിമം നോക്കേണ്ടത്. ഞാൻ കുനിയുണ്ട് കേട്ടോ. പക്ഷേ ഇത് നമ്മൾ പതുക്കെയാണ് കാണിച്ചത്, ഡെമോ ആയതുകൊണ്ട് പതുക്കെയാണ് കാണിച്ചത്. റിയൽ ടൈമിൽ നമ്മൾ ഫാസ്റ്റ് ആയിട്ട് തന്നെ ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഞാൻ ഇപ്പോൾ സംഭവം കാണിച്ചത്, ഇപ്പോൾ ഞാൻ ഈ കാര്യം ഇങ്ങനെ പൊക്കുന്നു, അതായത് നമുക്ക് ഇടിക്കാനായിട്ട് ഇവ മോന്ത വെച്ച് വന്നിട്ടുള്ള ഒരവസ്ഥയായി പോയി ഇവിടെ. അപ്പോൾ ആ കാല് വെക്കുമ്പോൾ നമ്മൾ ആദ്യം കാലിനെ അല്ലേ തടുക്കാൻ വേണ്ടി നോക്കത്തുള്ളൂ, നമുക്ക് അറിയത്തില്ലല്ലോ ഇടിക്കാൻ വേണ്ടി പോകാന്ന്. അപ്പോൾ അത് തന്നെയാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. വേറൊരു കാര്യം ശ്രദ്ധിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാര്യം ഇങ്ങനെ പൊക്കുള്ളൂ, ഈ ഇടത് കാര്യം ഇങ്ങനെ പൊക്കുന്നു, അപ്പോൾ കാലിലോട്ട് ഇത് തന്നെ വരുന്നു. അപ്പോൾ ആ കാല് തന്നെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ വെക്കണം നിങ്ങൾ. അപ്പോൾ ആ ഒരു മൊമെൻറ്റം കിട്ടും. നിങ്ങൾ ആ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഇത് ഈ പൊക്കിയ കാല് ഫ്രണ്ടിലേക്ക് മൊമെൻറ്റം കിട്ടി. ഇതുണ്ട് അവൻ്റെ മുഖം ഇങ്ങനെ താഴേക്കാണ് പഞ്ച്. അപ്പോൾ അത് ശ്രദ്ധിക്കുക, കാലിൻ്റെ പ്ലേസ്മെൻറ്റ്. കാല് പൊക്കുന്ന കാല് ഇടത്തേക്കാലാണ് പൊക്കുന്നതെങ്കിൽ വലത്തെ കൈ വെച്ചിടിക്കുക. ഇനിയിപ്പോൾ ഇടത് കൈയാണ് വശമുള്ളതെന്നുള്ളവർക്ക് വലത്തെ കാല് പൊക്കുക, എൻ്റെ ഇടത്തെ കൈ കൊണ്ട് ഇടിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിനി റിയൽ ടൈം മഴയുണ്ട്, അങ്ങോട്ട് നമ്മൾ ഫാസ്റ്റായിട്ട് ചെയ്യുകയാണ്. പ്രശ്നം ഉണ്ടാക്കി എന്താ എന്താ നിൻ്റെ അടുത്ത് പറഞ്ഞാൽ നിന്നെ ചുമ്മാ കളിക്കാൻ നിൽക്കുന്നത്? ആവശ്യമില്ലാതെ ഇനി ആ ഏരിയയിലേക്ക് എങ്ങാനും വന്ന് ചുമ്മാ അലമ്പുണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്തില്ല. നീ ഇനി ഒരു കോമ അല്ല പിന്നെ ചന്തുവിനെ തോപ്പിക്കാനാകില്ല മക്കളെ. മാറ്റച്ചുരുക്കി വെച്ചപ്പോൾ മറന്നുപോയെന്ന് കളവ് പറഞ്ഞവൻ ചന്തു. ഇനിയും എന്തൊക്കെയുണ്ട് ചന്തുവിൻ്റെ കയ്യിൽ ബാക്കി? പറ്റിയോ? അളിയെ നോക്കിയാട്ടാ, സീനൊന്നുമില്ല, പുഷപ്പൊക്കെ അടിക്കണതാണ്. അപ്പോൾ ഗൈസ്, അതേ മഴയൊന്നും നിൽക്കാനുള്ള പരിപാടി കാണുന്നില്ല, നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് അടുത്ത സംഭവങ്ങളെ നമ്മൾ ലാസ്റ്റ് ടെക്നിക്കും കൂടെ ഷൂട്ട് ചെയ്തിട്ട് നമുക്ക് പോകും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു ഷട്ടിലൊക്കെ കയറി പിടിച്ചുള്ള അടി നടക്കുമ്പോൾ അപ്പോൾ നമുക്ക് ചെയ്യാൻ വരുന്ന ഒരു സെറ്റപ്പാണ് നമ്മൾ പിന്നെ അടുത്ത് പറയാൻ പോകുന്നത്. ഇപ്പോൾ കുറച്ച് ആൾക്കാർ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഷട്ടിൽ കയറി പിടിച്ച് വലിച്ചിട്ട് ഇങ്ങനെ അടിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നോർമലായിട്ട് അടുത്ത് നിൽക്കുമ്പോൾ നമ്മൾ ചുമ്മാ ഇങ്ങനെ ഇടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പവർ കിടത്തില്ല. കാരണം നോർമലായിട്ടുള്ള ഇടി എന്ന് പറയുന്നത് നമ്മുടെ റേഞ്ച് കുറവായതുകൊണ്ട് നമുക്ക് കൈ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് ഇല്ല ഇവിടെ. അപ്പോൾ നമ്മൾ സാധാരണ ഫൈറ്റ് ക്ലബ്ബുകളിൽ അതുപോലെ തന്നെ WWE എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകതര ഒരു ടെക്നിക്കാണ് ഇത് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പേര് കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, സൂപ്പർമാൻ പഞ്ച് എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ സൂപ്പർമാൻ പഞ്ച് എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് റോമൻ റൈൻസിനെ ആയിരിക്കും ആദ്യം ഓർമ്മ വന്നത്. അപ്പോൾ ആ പഞ്ച് തന്നെയാണ് നമ്മൾ കാണിക്കാൻ പറ്റുന്നത്. അത്രയും നമ്മൾ പൊങ്ങി വന്നിട്ടൊന്നും ചാടി ഇടിക്കുന്നൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് കുറച്ച് നമ്മുടെ ഒരു പൊസിഷൻ ഉണ്ട്, ഇത് ഇങ്ങനെ ഒരു പഞ്ച്, അതാണ് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത്. നല്ല മഴ പെയ്യുന്നുണ്ട്, എന്തെങ്കിലും ഇത് കൂടെ ഷൂട്ട് ചെയ്തിട്ട് പോകാം അല്ലേ? ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഒരു വിഷയമല്ല, നമ്മൾ ഷൂട്ട് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം അതായത് ഇങ്ങനെ പിടിക്കുകയാണ്, കോളർ കയറി പിടിക്കുകയാണ്. ഓക്കെ, നീ പിടിക്കാം. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ കുത്തി കയറി പിടിച്ചേക്കുവാണ്. അപ്പോൾ ഇങ്ങനെ അടുത്ത് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാക്കിലെ കാല് നമ്മൾ ഇങ്ങനെ ബാക്കിലേക്ക് ആക്കുക. ആ സെയിം സമയത്ത് തന്നെ വലത് കാലും വലത് കൈയും കാല് ബാക്കിലേക്ക് ആക്കുന്നു, കൈ കൊണ്ട് ഇടിക്കുന്നു. ആ ഒരു സൈമിൾട്ടേനിയസ് ആയിട്ട് ചെയ്യണം. എന്നാൽ പിന്നെ മാത്രമേ നമുക്ക് ആ കാലിൻ്റെ മൊമെൻറ്റ് നമുക്ക് കയ്യിലേക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഓടി വന്നിരിക്കുമ്പോഴൊക്കെ ബാക്കിലോട്ടൊരു പ്രസ് ചെയ്യുന്നു, കാല് ഫ്രണ്ടിലോട്ട് അതുപോലെ തന്നെ ഇടിക്കുന്നു. അതാണ് നല്ല മഴയായിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, നമുക്ക് റിയൽ ടൈമിലോട്ട് പോവാം. എന്തുവാ Turn. അപ്പോൾ നമ്മുടെ വീഡിയോ ഇതായിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്ത് കാണിച്ചത് 3 നോക്കൗട്ട് മെത്തേഡ്സ് ആയിരുന്നു. അതായത് ഇൻറ്റൻസ് ആയിട്ട് ഒട്ടും രക്ഷയില്ലാത്തൊരു സിറ്റുവേഷനിൽ എത്തിയാൽ മാത്രമേ നിങ്ങൾ ഈ നോക്കൗട്ട് മെത്തേഡ്സ് യൂസ് ചെയ്യുള്ളൂ. ഇത് നോക്കൗട്ട് മെത്തേഡ്സ് കറക്റ്റായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഓപ്പോണന്റ് ഫ്ലോറിൽ പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയമില്ല ഗൈസ്. അപ്പോൾ അതുപോലെ തന്നെ നോക്കൗട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മർമ്മഭാഗത്ത് മാത്രമേ നമ്മൾ നോക്കൗട്ട് ചെയ്യാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും ഇത് പരസ്യമായിട്ട് പോയി വേറൊരാളെ ചെയ്യരുത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള സംഭവമാണ്. നോക്കൗട്ട് എന്ന് പറയുമ്പോൾ ഇടിച്ചിടുമ്പോൾ തന്നെ ചിലപ്പോൾ മരണം വരെ സംഭവിക്കാവുന്ന തരത്തിലുള്ള അറ്റാക്ക്
അറ്റാക്കിംഗ് മൂവ്മെന്റ്സ് ആണ് നമ്മൾ കാണിച്ചത്. ഫ്രണ്ട്സ് പിന്നെ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ജസ്റ്റ് കണ്ടുകൊണ്ട് മാത്രം കാര്യമില്ല, നിങ്ങൾ ജസ്റ്റ് ഈ സംഭവങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ഇപ്പോൾ ഈ പറഞ്ഞ സൂപ്പർമാൻ പഞ്ച് ആണെങ്കിലും അതുപോലെ ഞങ്ങൾ ആദ്യം പറഞ്ഞ ടെക്നിക്സ് ആണെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് ഡെയിലി നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അത് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അത് ഞങ്ങൾ തന്നെ ഇപ്പോൾ സൂപ്പർമാൻ പഞ്ചൊക്കെ ഞങ്ങൾ കുറച്ച് 2-3 പ്രാവശ്യം ചെയ്തപ്പോൾ തന്നെ കാലിനൊക്കെ ചെറിയ വേദന ഉണ്ടായിരുന്നു. വെച്ചാൽ നമ്മളങ്ങനെ ചെയ്യാറില്ലല്ലോ. അപ്പോൾ കാലൊക്കെ വെച്ച് നമ്മളിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ഉളുക്കാനൊക്കെ സാധ്യതയുണ്ട്, നമ്മുടെ മസിൽ പാട്ടൊക്കെ അങ്ങനെ വരാൻ വേണ്ടി സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് മാത്രമേ ഇത് റിയൽ ലൈഫിൽ ഈ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അപ്ലൈ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അങ്ങ് മലയുടെ മുകളിൽ നിന്ന് മഞ്ഞൊക്കെ ഇറങ്ങി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ബാക്കിൽ മൊത്തം മഞ്ഞ് ഇറങ്ങി വന്നിട്ടുണ്ട്, പെയ്യാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എന്ത് പറഞ്ഞാലും അടുത്ത മഴ നനയുന്നതിന് മുമ്പ് നമ്മൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്തേക്കാം. അപ്പോൾ നമ്മൾ എന്നും പറയുന്നതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് എന്ത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഫിറ്റ്നസ് റിലേറ്റഡ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. നമ്മുടെ ചാനലിലെല്ലാം ഫിറ്റ്നസ് റിലേറ്റഡ് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോസ് എല്ലാം ചെക്ക് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ബോഡിയും കൂടെ കറക്റ്റായിട്ട് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് അത്യാവശ്യം സ്ട്രെങ്തും കൂടെ ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. ഈ സെൽഫ് ഡിഫൻസ് മെത്തേഡ് പഠിക്കുന്നതിനോട് അതിൻ്റെ ഒപ്പം തന്നെ ആ ടൈപ്പ് വീഡിയോസ് എല്ലാം നമ്മൾ ഫിറ്റ്നസ്, വർക്കൗട്ട്, ന്യൂട്രീഷൻ വീഡിയോസ് എല്ലാം നമ്മുടെ ചാനലിനകത്ത് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഡെഫിനറ്റ് ആയിട്ടും ആ വീഡിയോസ് എല്ലാം കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.